തങ്ങൾ പറഞ്ഞു, നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വലിയ പവിത്രതയുള്ള നിസ്കാരമായി അതേ അസ്ർ നിസ്കാരത്തെ എണ്ണിയിട്ടുണ്ട്. ഹാഫിളൂ അലസ്സലവാതി വസ്സലാത്തിൽ ഉസ്താ. എല്ലാ നിസ്കാരങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു നിസ്കാരം എടുത്തു പറഞ്ഞു വസ്സലാത്തിൽ ഉസ്താ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ആയത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ സ്വലാത്തുൽ ഉസ്താ അത് അസ്ർ നിസ്കാരമാണ്. വിവിധ അഭിപ്രായങ്ങളുണ്ട്. മഹാനവറുകൾ പ്രബലപ്പെടുത്തിയ അഭിപ്രായമാണ് അത് അസ്റാണ്. അസ്ർ നിസ്കാരം നന്നായി ശ്രദ്ധിക്കണം. അസ്ർ ഒഴിവാക്കുന്ന മനുഷ്യന് അസ്ർ നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോടൊക്കെ പറയട്ടെ, അസ്ർ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവില്ല, സമ്പത്തിൽ ബർക്കത്തുണ്ടാവില്ല. ഒന്നും കരുതിയിട്ട് കാര്യമില്ല. ഒരു നിസ്കാരം തന്നെ നഷ്ടപ്പെട്ട് ഇതിനെ ബർക്കത്തൊക്കെ ഇനി തിരിച്ചു കിട്ടണമെങ്കിൽ കാലങ്ങൾ കഴിയും. തോബൊക്കെ ചെയ്ത് മടങ്ങണ്ടേ? എന്റെ തോബൊക്കെ ഇയാളെ ആരെങ്കിലും ഒരുങ്ങണ്ടേ? തോബ എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തേക്ക് മാത്രമുള്ളതല്ല. അങ്ങനെയാണ് കൂട്ടിരിക്കുക. ഹജ്ജിന് മുമ്പ് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ മരിക്കാൻ നേരത്തെ മാത്രമുള്ളതാണ്. ഒരു അസ്ർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി നഷ്ടപ്പെടുത്തൂല എന്നുള്ള തോബൊക്കെ ചെയ്ത് തോബ അല്ലാഹ് കബൂലാക്കി ഇയാളൊക്കെ ലെവലായി വരണം. സമ്പത്തിലും കുടുംബത്തിലും ബർക്കത്ത് വരണ്ടാണെങ്കിൽ അസ്ർ നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ, നഷ്ടപ്പെടുത്തിയാൽ അവന്റെ കുടുംബത്തിന് വലിയ ആപത്ത് സംഭവിച്ചു, സമ്പത്തിന് വലിയ ആപത്ത് സംഭവിച്ചു. പല ആൾക്കാരും നോക്കി, നിങ്ങൾ അസ്ർ നിസ്കാരങ്ങളും നഷ്ടപ്പെടുത്തിയിട്ട് എവിടെങ്കിലും എത്തുമോ? എവിടെ എത്തൂല. പല ആൾക്കാരും ബർക്കത്ത് കുറവായി കാണുന്നുണ്ടോ? ഒന്ന് പതുക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ, ഇതിന്റെ ഒരു കുറവുണ്ടാവും. നഷ്ടപ്പെടാൻ ഏറെ ചാൻസ് ഉള്ള നിസ്കാരമാണ് അസ്ർ നിസ്കാരം. അസ്ർ നിസ്കാരം നല്ലോണം കാത്തു സൂക്ഷിക്കണം. അസ്ർ നിസ്കാരം ഇങ്ങനെ ഒഴിവാക്കുന്ന ഒരാളാണെങ്കിൽ, ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ, എല്ലാ ഗുരുത്തക്കേടുകളും വൃത്തികേടുകളും വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ നന്നായി ശ്രദ്ധിക്കണം. സ്കൂളിൽ പഠിക്കുന്ന പ്രായപൂർത്തിയെത്തിയ മക്കളൊക്കെ നിസ്കാരത്തിന്റെ വിഷയം നമ്മൾ നന്നായി ആലോചിക്കണം, ശ്രദ്ധിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട് പല പ്രഭാഷണങ്ങളിലും, പേരൻസ് മീറ്റ് വിളിച്ചാൽ നമുക്കുള്ള ഒരു പതിവാണ് പെണ്ണുങ്ങളെ പറഞ്ഞ അന്നുകൂടി പോകൂല, അന്നുകൂടി ആണുങ്ങൾ പോകൂല. നാ ഒന്ന് പോയിട്ട് അവിടെ സ്കൂളിൽ ഇത്രയും ദൂരം സ്ഥലമുണ്ട്, ഒരു ഹാളൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട് 10-25 നിസ്കാര കുപ്പായം വെക്കാൻ പറഞ്ഞാൽ ഈ പെൺകുട്ടികളൊക്കെ നിസ്കരിച്ചൂടെ? ആൺകുട്ടികളെ നിസ്കാരത്തിന്റെ ആ സമയമാകുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കൂലേ? എന്നാരും പോണ്ടേ? ആരെങ്കിലൊക്കെ പേരൻസ് മീറ്റ് സംബന്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഉസ്താദ് ആ മുമ്പ് ഒരു 5 കൊല്ലം ഒന്ന് പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റാത്തോണ്ട് അന്ന് ഛർദ്ദി തലവേദനയൊക്കെ ആയതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ട് എന്നേക്കാരും പറയാം. നമ്മൾ പോകണം, പോയിട്ട് വിഷയങ്ങൾ പറയണം, പറയേണ്ടത് പറയണ്ടേ? അത് നമ്മളെ ഭാരം തന്നെയല്ലേ വരുന്നത്. എന്റെ വാപ്പി എന്റെ അമ്മയൊക്കെ എത്ര ശ്രദ്ധിച്ചോളൂ എന്ന് കുട്ടികൾ പറയില്ലേ? നമ്മളെ തന്നെയല്ലേ പറയാള്. പുറത്തേക്ക് പോകാൻ പറ്റൂല, 5 മണിയായാലല്ലാതെ പുറത്തേക്ക് വിടൂല എന്ന് എഴുതി ഒപ്പിട്ട മാനേജ്മെന്റ് സ്കൂളിൽ ചേർത്ത ഒരു ചെറുപ്പക്കാരനോട്, ഉസ്താദ് ഞാൻ എന്താ ചെയ്യാ? നിങ്ങൾ പഠിച്ചവനോട് മറുപടി പറഞ്ഞോളൂ, ഇതിനുള്ള മറുപടി ഇവിടുന്ന് എന്താന്നാ ചെയ്തുണ്ടാക്കിയോളി. പ്രായപൂർത്തിയത്തെ മോനെ കൊണ്ടുപോയി ചേർത്ത ക്യാമ്പസിൽ ആ കുട്ടി 8 മണിക്ക് അങ്ങോട്ട് കയറിയാൽ 5 മണിക്ക് ആ കുട്ടിയെ പുറത്തു വിടുള്ളൂ. ളുഹ്ർ നിസ്കാരം എന്നും ഖളാ ആണ്. ഈ പഠനത്തിന് എന്താ മെച്ചമുള്ളത് എന്ന് പറഞ്ഞാട്ടങ്ങൾ ഡിഗ്രിയും മഗ്രിയൊക്കെ ഉണ്ടല്ലോ ഓരോരുത്തരെ. കുട്ടി പതാ പഠിച്ചു. അടുത്തൊരാളിനോട് കുട്ടി 5 കൊല്ലമായിട്ട് അവിടെ പഠിക്കാൻ, ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ അവനക്ക് 75,000 റുപ്യ നല്ല ജോലി റെഡിയാണ്, നിസ്കാരം കാര്യങ്ങളൊക്കെ റെഡിയാണ് വെച്ചപ്പോ അതൊക്കെ കുറച്ച് സൗകര്യം കുറവാണ്. ഒരു വാപ്പ ഉളുപ്പില്ലാതെ മുഖത്തോട് മുഖം നോക്കി പറയാൻ അതൊക്കെ സൗകര്യം കുറവാണ്. എത്ര ലക്ഷം കെട്ടിവെച്ചിട്ടുണ്ടായാൽ ഈ ഒരു നക്കാബീച്ചന്റെ ഒരു ജോലി റെഡിയായി കിട്ടാൻ വേണ്ടി എത്ര ലക്ഷം. ഈ കുട്ടിന്റെ ഒരു നിസ്കാരത്തെ പറ്റി ചിന്തണ്ടോ? 5 വർഷത്തെ നിസ്കാരല്ലേ പണയപ്പെടുത്തിയിട്ടല്ലേ ഈ ദുനിയാവ് സ്വീകരിക്കുന്നത്. ഒരൊറ്റ നേരത്തെ നിസ്കാരം പോയാൽ അന്ന് വിടുവോ? അതല്ലേ ബാക്കി. വെറുതെ ചിന്തിക്കരുത്, നല്ലോണം ആലോചിക്കണം. നമ്മള് എന്റെ കാര്യമൊക്കെ റെഡിയാണ് ഉസ്താദെ, ഞങ്ങൾക്ക് ജമാഅത്തിന് നിസ്കാരത്തൊക്കെ റെഡിയാണ്, പോരാ. കീഴിലുള്ളവരാണ് അവരൊക്കെ, പറയേണ്ടി വരും നല്ലോണം, നല്ല മറുപടി പറയേണ്ടി വരും. ചെറുതൊന്നും പറഞ്ഞാൽ മതിയാവില്ല.
ഇപ്പൊ നോക്ക് നിങ്ങൾ, കുട്ടികളൊക്കെ ചില സ്ഥലത്തൊക്കെ വന്ന് ബസ്സിൽ ഇറങ്ങുന്നത് 6 മണി 6:15 സമയത്താണ് ചില കുട്ടികളൊക്കെ വന്ന് ഇറങ്ങുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങണം. ചിലത് മഗ്രിബന്നല്ലാന്ന് തോന്നുന്നു, ദൂരസുര ഏതായാലും പോയി. നമുക്ക് കുറെ ഉണ്ട്, സർട്ടിഫിക്കറ്റും കുറെ, ക്വാളിഫിക്കേഷനും കുറെ, ഡിഗ്രി ഇങ്ങോട്ട് വാരി കുട്ടിയാൻ പറ്റും. ഒക്കെ ആയി, ഓ നിറയായി, ജീവിക്കാനൊക്കെ ഒരു ഒപ്പായല്ലോ, അത്യാവശ്യം കിട്ടാനൊക്കെ. എന്താകാനാ? നന്നായി ആലോചിക്കണം. ഒരൊറ്റ അസ്ർ നിസ്കാരം പതിവായി നഷ്ടപ്പെടുത്തിയത് കൊണ്ട് ജീവിതം തന്നെ തകർന്നു പോയില്ലേ? മദീനക്കാരിയായ ഒരു പെണ്ണ് മദീനയിലൂടെ അന്വേഷിച്ച് നടക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ആ പെണ്ണിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ദുല്ലൂനി ദുല്ലൂനി അലാ റസൂലില്ലാഹ്, ദുല്ലൂനി അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനൊന്ന് കാണിച്ചേരി, നബി തങ്ങളൊന്ന് കാണിച്ചേരി എന്ന് പറഞ്ഞ് പെണ്ണങ്ങനെ നടന്ന് അവസാനം ഈ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലെത്തി. തങ്ങൾ ചോദിച്ചു, ഞാനാണ് അള്ളാഹുവിന്റെ റസൂൽ, എന്താ വേണ്ടതെന്ന്? ആ പെണ്ണ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഒരുപാട് ദുർബലാവസ്ഥകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. എന്തൊക്കെ സംഭവിച്ചതാ? പെണ്ണ് പറഞ്ഞു, ഞാൻ അതിന്റെ ശിക്ഷാവിധി തേടിക്കൊണ്ടാ വന്നത്. എന്റെ ഭർത്താവ് ദൂരസ്ഥലത്ത് ജോലിക്ക് പോയി, മറ്റൊരാളുമായി ഞാൻ അവിഹിത വീഴ്ചയിൽ ഏർപ്പെട്ടു. എനിക്കൊരു കുഞ്ഞുണ്ടായി, ആ കുട്ടിയെ ഞാൻ കൊന്നുകളഞ്ഞു. എന്നെ ഭർത്താവ് വിൽപ്പനക്ക് വേണ്ടി കരുതി വെച്ച സുർക്കയുടെ ടിന്നിട്ടിട്ടാണ്. സുർക്ക ടിന്ന് ഒരുപാട് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ടുണ്ട്, വിൽപ്പനക്കുള്ളതാണ്. സുർക്ക ടിന്നിൽ മുക്കിയിട്ടാണ് ഈ കുട്ടിയെ ഞാൻ കൊന്നുകളഞ്ഞത്. പോരാത്തത് കൊണ്ട് ആ സുർക്ക ഞാൻ വിൽപ്പന നടത്തുകയും ചെയ്തു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണേ, ഒരുപാട് കുറ്റകൃത്യങ്ങളുടെ പരമ്പരയാണ്. വേശ്യാവൃത്തി ചെയ്തതിന് നിന്നെ എറിഞ്ഞു കൊല്ലണം, നീ വിവാഹിതയാണ്. കുട്ടിയെ കൊന്നതിന് നിനക്ക് കിട്ടാനുള്ളത് നരകമാണ്. സുർക്ക വിറ്റത് മഹാപാപമാണ്, നജസായ സുർക്ക വിൽക്കാൻ പാടില്ല. കുട്ടിയെ കൊല്ലാൻ ഉപയോഗിച്ച സുർക്കയല്ലേ വിറ്റത്, ആ സുർക്ക നജസാണ്, മഹാപാപമാണ് നീയാ ചെയ്തത്. ഇതൊക്കെ എങ്ങനെ വിഷയം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാകിൻ വനന്തു, ഞാൻ മനസ്സിലാക്കുന്നു, അന്നകി തറക്തി സ്വലാത്തൽ അസ്രി, നീ അസ്ർ നിസ്കരിക്കാത്ത പെണ്ണാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ ദുരിതങ്ങളൊക്കെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. കണ്ടോ നിങ്ങള്, അസ്ർ നിസ്കരിക്കാതെ, അസ്ർ നിസ്കാരത്തിനൊന്നും നിൽക്കാതെ പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് ഡ്രസ്സ് മാറിയിട്ട് കളിക്കണം എന്ന ചിന്തയോടെ പോകുന്ന മക്കളെ ഒരു 5 മിനിറ്റ് നേരം ഉപ്പമാരൊന്ന് പിടിച്ച് അസ്ർ നിസ്കാരം അവർക്ക് ശീലമാക്കി കൊടുക്കണം. വിട്ടേക്കരുത്, കുട്ടിക്കാലല്ലേ, കളിപ്രായല്ലേ എന്ന് പറഞ്ഞ് വിട്ടേക്കരുത്. ആ കുട്ടിയാകും ഒരു പക്ഷേ നിങ്ങളെ ദുനിയാവും ആഖിറവും നശിപ്പിക്കുന്ന കുട്ടി. നിസ്കരിക്കാതെ ഓടുന്ന ആ കുട്ടിയില്ലേ, നിസ്കരിക്കാതെ ട്യൂഷന്റെ മേലെ ട്യൂഷനും പങ്കെടുത്ത് വരുന്ന ആ പെങ്ങളില്ലേ, സഹോദരിയില്ലേ, മകളില്ലേ, അവരായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടകാലം. ഈ പെണ്ണ് ഈ വേലകളൊക്കെ ചെയ്യാനുള്ള ഒരു കാരണമായി നബി തങ്ങൾ പറഞ്ഞത്, ലാകിൻ വനന്തു അന്നകി തറക്തി സ്വലാത്തൽ അസ്ർ, അസ്ർ നിസ്കാരം നീ ഒഴിവാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ബർക്കത്തിന്റെ കുറവ് എന്ന് പറഞ്ഞാല് സാമ്പത്തികമായിട്ട് വല്ല ദാരിദ്ര്യം സംഭവിക്കുന്നു മാത്രല്ല, ഇതൊക്കെ ബർക്കത്ത് കുറവാ. ജീവിതത്തിൽ സംഭവിച്ച ഈ അനാവശ്യങ്ങൾ പേറിക്കൊണ്ടുള്ള ജീവിതം മൊത്തം ബർക്കത്തിന്റെ കുറവാ. മനുഷ്യനങ്ങോട്ട് മൃഗമായിട്ട് മാറുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞതാണ്. വേറൊരു അവസ്ഥയിലേക്കോ മാറി, വേറെ മോഡൽ സ്വീകരിച്ചു, വേറെ രൂപഭാഗങ്ങൾ സ്വീകരിച്ചു, പേരിൽ മാത്രം ഇസ്ലാം. അതിന്റെ ഒക്കെ ഒരു സബബാണ് പറഞ്ഞത്. അസ്ർ, നിസ്കാരം, സമയം, ആയുസ്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാനാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. അല്ലാഹു പറയുന്നു, മനുഷ്യൻ നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്, തകർച്ചയിലാണ്.
പടച്ചറബ് അങ്ങനെ ഒന്ന് പറഞ്ഞു ഒതുക്കിയത് കൊണ്ട് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ അങ്ങനെ ഒന്ന് പറഞ്ഞു നിർത്തിയത് കൊണ്ട് സമാധാനം. നഷ്ടത്തിന്റെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിരുന്നെങ്കിൽ ആ കാരണമാണ് എന്നിലും നിങ്ങളിലും ഉണ്ടായെങ്കിൽ പിന്നെ നമ്മൾ ഓതാതിരിക്കുന്നത്. ഒന്ന് നഷ്ടത്തിന്റെ കാരണങ്ങൾ പറഞ്ഞാൽ തീരൂല, ഇഷ്ടം പോലുണ്ട്. മുർത്തദ്ദാകുന്ന കാരണങ്ങൾ തന്നെ 55-ലധികം എണ്ണിയിട്ടുണ്ട് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്താധാരകളെ കൊണ്ടും മുർത്തദ്ദാകുന്ന വിഷയങ്ങൾ എത്രയുണ്ട്? ഒന്നും രണ്ടുമല്ല, ധാരാളമുണ്ട്. പരാജയത്തിന്റെ ഒരു കാരണം അതാണ്. ഏറ്റവും അപകടകരമായ കാര്യം അതാണ്. വിദേഹത്തിലേക്ക് പോകുന്ന തലങ്ങൾ പരാജയത്തിന്റെ തലങ്ങളാണ്. നിഫാഖ് പിടികൂടുന്ന തലങ്ങൾ പരാജയത്തിന്റെ തലങ്ങളാണ്. അവിടെ തന്നെ 2 തരം നിഫാഖുണ്ട്. അമലിയായ നിഫാഖുണ്ട്, കർമ്മപരമായ നിഫാഖ്, അതുപോലെ തന്നെ വിശ്വാസപരമായ നിഫാഖ്. രണ്ടും ഇടങ്ങേറാണ്. കർമ്മപരമായ നിഫാഖില്ലേ സാധാരണ എണ്ണാറില്ലേ? ചില കാര്യങ്ങളൊക്കെ മുനാഫിക്കിന്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞ് എണ്ണാറില്ലേ? ആ കാര്യങ്ങളൊക്കെ കർമ്മപരമായ നിഫാഖാണ്. അതുണ്ടായാൽ തന്നെ ആഖിബത്ത് മോശമായി പോകും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.